പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ച് കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണമെന്ന് ആമുഖമായി എന്നോട് നിങ്ങളോട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖീങ്ങളായിട്ട് ജീവിക്കാനും മുസ്ലിമായി മരിക്കാനുമുള്ള നല്ല തൗഫീഖ് നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമ ബിന്ത് ഖൈസ് റളിയല്ലാഹു തആല അൻഹ ഇദ്ദയിലിരിക്കുന്ന കാലത്ത് അവരിലേക്ക് ആളയക്കുകയും ഇദ്ദ പൂർത്തിയാക്കി വിവാഹത്തിന് സന്നദ്ധയാകുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വന്ന് കാണാനും ആവശ്യപ്പെട്ടു. അവർ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഈ വിധത്തിൽ വന്ന് കാണുകയും ചെയ്തു. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് നിലവിൽ വന്ന വിവാഹാലോചനകളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർ 3 വ്യക്തികളുടെ ആലോചനകൾ വന്നിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്. ആ 3 പേരുകളും കേട്ട ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് കൊടുക്കുന്ന മറുപടിയുണ്ട്. ഒന്ന് അബൂജഹം റളിയല്ലാഹു അൻഹുവാണ്, ഒന്ന് മുആവിയ റളിയല്ലാഹു അൻഹുവാണ്, മറ്റൊന്ന് ഉസാമത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവാണ്. മുആവിയ റളിയല്ലാഹു തആല അൻഹു ഇപ്പോൾ അങ്ങേയറ്റം ഒരു ദാരിദ്ര്യാവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളാണ്. അദ്ദേഹത്തിന് മറ്റൊരു വിവാഹം കൂടി കഴിക്കാനും വളരെ ദാരിദ്ര്യമില്ലാത്ത സാമ്പത്തികമായ ഒരു ഭദ്രതയിൽ നിന്നുകൊണ്ടൊരു ദാമ്പത്യ ജീവിതം നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള ഒരവസ്ഥ കാണപ്പെടുന്നില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വിശദീകരിച്ചു. രണ്ടാമത് പറഞ്ഞു, അബൂജഹലിനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളോട്, ഈ വിവാഹിതനാണ് ഓൾറെഡി, അല്പം പരുക്കൻ ശൈലിയിൽ പെരുമാറുന്ന ആളാണ്. മൂന്നാമത് ഉസാമത്ത് ബിൻ സെയ്ദാണ്. ഉസാമത്ത് ബിൻ സെയ്ദ് എന്തുകൊണ്ടും തനിക്ക് യോഗ്യനാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് മറുപടി കൊടുത്തു. ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ് അവസാനിപ്പിച്ച സംഭവമാണ്. നിർത്തിയിടത്ത് നിന്ന് തുടങ്ങിയതിൻ്റെ കാര്യം, ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് വന്ന 3 പേരുകൾ അത്ര മോശം ആൾക്കാരെങ്ങുമല്ല, അവരെല്ലാവരും യോഗ്യന്മാരാണ്. എന്നാലും തമ്മിൽ ഭേദം തൊമ്മൻ എന്ന രീതിയിൽ ഉള്ളതിൽ ഏറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണല്ലോ ഏതൊരു മനുഷ്യനും ചെയ്യുക. അപ്പോൾ അതിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഗുണകാംക്ഷപൂർവ്വം നടത്തുന്ന ഒരു വിരൽ ചൂണ്ടലാണ് ഈ വിശദീകരണം എന്നുള്ളത്. ഇത് നമ്മുടെ നാടുകളിലുമൊക്കെ നമ്മൾ നിർവഹിക്കേണ്ടതും നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു പ്രവൃത്തി കൂടിയാണ്. പലപ്പോഴും വിവാഹാലോചനകൾ വരുന്നത് മറ്റു ദേശങ്ങളിൽ നിന്നാണ്, പല നാടുകളിൽ നിന്നായിരിക്കും ആലോചനകൾ വരിക. അപ്പോൾ ആ പെൺകുട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആ പയ്യനെക്കുറിച്ചോ കൂടുതൽ വിവരങ്ങളൊന്നും ഈ ആലോചനകൾ നേരിട്ട് അറിവുകൾ നടത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ആ നാട്ടുകാരോ ആ നാട്ടിൽപ്പെട്ട മറ്റു ബന്ധുജനങ്ങളെയോ ഒക്കെ ആശ്രയിച്ചിട്ടാണ് അവളെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ നടത്തുക. ഇപ്പോൾ വിവാഹാലോചനയുമായി മുന്നോട്ട് പോകുന്ന ഒരാൾ ഒരു പെൺകുട്ടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പയ്യനെക്കുറിച്ചോ അന്വേഷണവുമായി നമ്മുടെ മുമ്പിലേക്ക് വന്നാൽ നമ്മൾ സ്വീകരിക്കേണ്ട നടപടി കൂടിയാണ് റസൂലുള്ളാഹി ഇവിടെ വിശദീകരിക്കുന്നത്. ഒരു പെൺകുട്ടിയുടെ ഭാവി വെച്ച് കളിക്കാൻ പാടില്ല. ഒരു പെൺകുട്ടിയുടെ ഭാവി, അവൻ്റെ മോൾ അങ്ങനെ തന്നെ നശിച്ചു പോട്ടെ എന്നതല്ല ഒരിക്കലും നമ്മൾ ചെയ്യേണ്ടത്. ഒരു പെൺകുട്ടിയുടെ വിവാഹാലോചനയുമായി ബന്ധപ്പെട്ട് ആ പെൺകുട്ടിയുടെ വേണ്ടപ്പെട്ടവർ വന്ന് അന്വേഷിക്കുന്നു, ആ പയ്യൻ എങ്ങനെയാണ്, ആൾ കൊള്ളാമോ, യോഗ്യനാണോ എന്ന് അന്വേഷിക്കുമ്പോൾ അയാൾക്കുള്ള എല്ലാ കുറവുകളും മറച്ചു വെച്ച് അയാൾ ഏറ്റവും മോശക്കാരനായിരിക്കാം, അയാൾ കള്ളും കഞ്ചാവുമായി നടക്കുന്ന ആളായിരിക്കാം, ഇതൊന്നും പുറത്തു പറയാതെ അതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ടാണ് പലപ്പോഴും ഈ പ്രപ്പോസലുകൾ ഈ ബന്ധുജനങ്ങളെ ഈ മൂന്നാൾ എന്ന് പറയുന്ന ദല്ലാളുകൾ എന്ന് പറയുന്ന ഇതിൻ്റെ ബ്രോക്കർമാർ അവതരിപ്പിക്കുക. വലിയ മഹത്വങ്ങൾ വാഴ്ത്തിപ്പറയും, ഒരുപാട് യോഗ്യതകൾ അക്കമിട്ടിങ്ങനെ നിരത്തിയിട്ടതെല്ലാം നിരത്തിപ്പറയും. സ്വാലിഹാണ്, നല്ല പയ്യനാണ്, വലിയില്ല കുടിയില്ല, അങ്ങനെ ഒരു ദുശീലങ്ങളുമില്ലാത്ത എന്നാൽ മാന്യമായ തൊഴിലുള്ള നല്ല വരുമാനമുള്ള നല്ല കുടുംബത്തിൽ പിറന്ന ഇതെല്ലാം പറഞ്ഞു വെച്ചിട്ടാണ് വിവാഹം നടത്തുക. എന്നാലും ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ അതിലെങ്ങും അല്ലാത്ത രീതിയിലുള്ള അവസ്ഥ ഉണ്ടാകാറുണ്ട്. പലപ്പോഴും അങ്ങനെ വിവാഹങ്ങൾ അന്വേഷിക്കാതെ നടത്തിയിട്ട് അബദ്ധത്തിൽപ്പെട്ടവരുമുണ്ട്, അന്വേഷിക്കുമ്പോൾ പലപ്പോഴും കബളിക്കപ്പെടുന്നവരുമുണ്ട്. എന്നാൽ അന്വേഷിക്കുമ്പോൾ വസ്തുതകൾ അറിഞ്ഞിട്ട് വിവാഹങ്ങൾ പാതി വഴിയിൽ ഉപേക്ഷിച്ചവരുമുണ്ട്.
അപ്പം ഈ വിധത്തിൽ നമ്മുടെ മുമ്പിലേക്ക് അന്വേഷണങ്ങൾ വന്നാൽ സത്യസന്ധമായ നിലയിൽ, അത് പയ്യൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, പെണ്ണിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, എന്താണോ ഉള്ളതുപോലെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഒരു ഗുണകാംക്ഷിയുള്ള എന്ന റസൂലുള്ളാഹി, ഒരു വിശ്വാസിക്ക് മറ്റൊരു വിശ്വാസിയോടുള്ള ബാധ്യതയാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവനോട് നിർദ്ദേശം തേടിയാൽ, അഭിപ്രായം തേടിയാൽ അവന് ഗുണകരമായ അഭിപ്രായം നൽകുക, നിർദ്ദേശം നൽകുക എന്നുള്ളത് വിശ്വാസിക്ക് ബാധ്യതയാണെന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അപ്പം അതുകൊണ്ട് ഒരാൾ അന്വേഷിക്കുമ്പോൾ അയാളോട് സത്യസന്ധമായി സംസാരിക്കുകയും മറുപടി പറയുകയും ചെയ്യുക. അല്ലാതെ എങ്ങനെയെങ്കിലും നടന്നു പോട്ടെ എന്ന രീതിയിൽ അത് മറച്ചു വെക്കാൻ പാടില്ല. ഒരു കാരണവശാലും കുറവുകൾ മറച്ചു വെക്കാൻ പാടില്ല. പ്രശ്നങ്ങളുണ്ടെങ്കിൽ പറയണം, അത് അവതരിപ്പിക്കണം. പിന്നെ ആലോചിക്കേണ്ടത് അവരാണ്. ഇന്ന കുറവുകളുണ്ട്, എന്നിട്ട് നടത്തണോ വേണ്ടേ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുള്ളതാണ്. എന്നാൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും പ്രധാനമായി വരുന്നൊരു പ്രശ്നം മറ്റൊന്നാണ്. പലപ്പോഴും നല്ല പ്രപ്പോസലുകൾ, പ്രത്യേകിച്ച് പയ്യന്മാർക്ക് വരുമ്പോൾ, ആലോചനകൾ വരുമ്പോൾ, ചില ആൾ എപ്പോഴും നമ്മുടെ നാട്ടിൽ ജംഗ്ഷനുകൾ കേന്ദ്രീകരിച്ച് കുറേ മനുഷ്യന്മാരുണ്ടാവും. അവിടെ കുറേ ആൾക്കാരുണ്ടാവും. അവരോടായിരിക്കും പ്രധാനമായി ആൾക്കാർ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പരോക്ഷമായ ഒരു അന്വേഷണം നടത്താമെന്ന് കണക്കാക്കുന്നത്. ഇവരെ മുമ്പിൽ വന്ന് ചാടുകയും ഇവരോട് അന്വേഷിക്കുമ്പോൾ ഇനി എത്ര നല്ല പയ്യനാണെങ്കിലും ശരി അങ്ങനെയെങ്കിലും രക്ഷപ്പെടേണ്ട എന്ന് കണക്കാക്കിയിട്ട് പല കല്യാണങ്ങളും മുടക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം ചില ഇല്ലാക്കഥകൾ, കെട്ടുകഥകൾ ഇങ്ങനെ പറഞ്ഞു പിടിപ്പിക്കുന്ന ചില ആൾക്കാരെയും കാണാൻ കഴിയും. അത് വളരെ മോശമായ കാര്യമാണ്. വളരെ മോശമായ പ്രവണതയാണ്. വളരെ മോശമായ ഒരു കല്യാണ മുടക്കുകൾ എന്ന് പറഞ്ഞ് ചില ആൾക്കാർ ചില നാടുകളിൽ പൊതുവെ കാണപ്പെടാറുണ്ട്. ഉള്ളതുപോലെ പറയുമ്പോൾ അത് യാഥാർത്ഥ്യമാണ്, ഒരു വിശ്വാസിക്കുള്ള സഹായമാണ്. ഇല്ലാത്തത് മെനഞ്ഞു പറയുകയും ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചില സംശയത്തിൻ്റെ നിഴൽ നിർത്തിക്കൊണ്ടുള്ള സംസാരിക്കുകയും തീർത്തൊന്നും പറയില്ല. അങ്ങനെ തീർത്തൊന്നും പറയാതെ ആ പയ്യൻ്റെ വിഷയത്തിലെയും കുടുംബത്തിൻ്റെ വിഷയത്തിൽ എന്തോ ഒരു സംശയം, ഒരു അഭ്യൂഹം നിലനിൽക്കുന്ന വിധത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് അയാളെ കൺഫ്യൂഷനാക്കി വിടുകയും ചെയ്യുന്ന പരിപാടികളുണ്ട്. പലപ്പോഴും ഇത്തരം വിവാഹ മുടക്കങ്ങൾ നമുക്കിടയിൽ നടക്കുന്നുണ്ട്. അതും തെറ്റായ നടപടിയാണ്. ഇസ്ലാം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നത്, ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ ഈ ഒരു രീതിയാണ്. ഈ ഒരു രീതിയിൽ സത്യസന്ധമായ വിശദീകരണം കൊടുത്തിട്ട് അവർക്ക് ചോയ്സ് കൊടുക്കും. നിനക്ക് ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുക്കാം. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാകുന്നത് ഇന്ന ആൾക്കാരിൽ ഇന്ന പോരായ്മകളും കുറവുകളും മികവുകളും ഒക്കെയുണ്ട്. എന്നാലും തനിക്ക് ഏറ്റവും യോഗ്യൻ അത് ഉസാമത്ത് ബിൻ സെയ്ദ് ആണെന്നാണ് എൻ്റെ അഭിപ്രായമെന്നാണ് റസൂലുള്ളാഹി പറയുന്നത്. ആ അഭിപ്രായത്തോട് യോജിച്ചുകൊണ്ട് വിവാഹം നടത്തുന്നു. അവർക്ക് ഏറ്റവും ഭദ്രമായ ഒരു ദാമ്പത്യ ജീവിതം ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യം, ഒരു പോയിന്റ് ഒരിക്കൽ കൂടി പറയാണ്. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി കൊണ്ടുവരുന്ന പ്രപ്പോസലുകൾ, അറേഞ്ച്ഡ് മാരേജുകൾക്ക് ഇന്ന് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്തൊരു സാഹചര്യമുണ്ട്. അതിനാരും അംഗീകാരമില്ല. ഒരു അഫെയർ ഉണ്ടാവട്ടെ, ലവ് മാരേജുകളാണ് അത് ഏറ്റവും നല്ലതെന്നും അറേഞ്ച്ഡ് മാരേജുകൾക്ക് ഒരിക്കലും ഒരു ഭദ്രത ഉണ്ടാവില്ല എന്നും ആയുസ് ഉണ്ടാകില്ല എന്നുമുള്ള തെറ്റിദ്ധാരണ സമൂഹത്തിൽ വല്ലാതെ കടന്നുകൂടിയിട്ടുണ്ട്. പലപ്പോൾ അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ ഒരുപാട് അന്വേഷിച്ച് കൊണ്ടുവരുന്ന പ്രപ്പോസലുകൾ അംഗീകരിക്കാതെ അതിന് മുടക്കം പറയുന്ന രീതി കുട്ടികൾക്കിടയിൽ കണ്ടുവരുന്നുണ്ട്. തല്ലിപ്പഴിപ്പിച്ച് വിവാഹം കഴിപ്പിക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടാവുക എന്നുള്ളത് മോശമാണ്. നമ്മുടെ മാതാപിതാക്കൾ അവർ നമുക്ക് ഏറ്റവും ഹൈറുകൾ ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ളത് നമ്മൾ നന്നായി മനസ്സിലാക്കണം. അതുകൊണ്ട് അവരെടുക്കുന്ന തീരുമാനത്തിനൊപ്പം നിൽക്കുകയും ആ വിവാഹം നടത്തി മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിൽ നമുക്ക് ഉണ്ടാകുമെന്നുള്ള തിരിച്ചറിയാൻ കഴിയണം. അതാണ് ഉസാമത്ത് ബിൻ സെയ്ദിന്റെ വിഷയത്തിൽ ഫാത്തിമ ബിൻത് ഖൈസ് റളിയല്ലാഹു അൻഹു പിൽക്കാലത്ത് പറയുന്നത്, എനിക്ക് ഏറ്റവും മനോഹരമായൊരു ദാമ്പത്യ ജീവിതം സമ്മാനിച്ചത് പ്രവാചകന്റെ നിർദ്ദേശമാണ് എന്ന്. ഇതുവരെ നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇനി ഈ വിവാഹ ആലോചനയുമായി ബന്ധപ്പെട്ട് പിന്നൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് പെൺകുട്ടിയും പയ്യനും പരസ്പരം കാണുക എന്നുള്ളത് ഇസ്ലാം അനുവദിക്കുന്ന ഒരു കാര്യമാണ്. ഇവർക്കിടയിൽ കണ്ടുമുട്ടാമോ, കാണാമോ, സംസാരിക്കാമോ എന്നുള്ളത് ഒരു ചോദ്യമായി നിൽക്കുന്നൊരു വിഷയമാണ്. പരസ്പരം ഒരുമിച്ച് ജീവിക്കേണ്ടവർ, ഇനി ജീവിതത്തിന്റെ പൂർണ്ണമായൊരു ഭാഗവും ഒരുമിച്ച് ജീവിക്കേണ്ടവർ മഹ്ശറയിലേക്ക് കടന്നു ചെല്ലുമ്പോഴും നാളെ പരലോകത്തും സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുമ്പോഴും നിലനിൽക്കേണ്ട ഒരു ദാമ്പത്യ ബന്ധത്തിന്റെ അടിത്തറവാകുന്നതിന് മുമ്പ് ആണും പെണ്ണും പരസ്പരം കണ്ടിരിക്കണം എന്നുള്ളത് തന്നെയാണ് ഇസ്ലാം അനുവദിക്കുന്ന കാര്യം. ഒരു ഇസ്ലാമിൽ അങ്ങനെ ഒരു ആണും പെണ്ണ് പരസ്പരം കാണാൻ പാടില്ല, അവർ മണിയറയിൽ വെച്ചാണ് ആദ്യമായി മുഖാമുഖം കാണേണ്ടത് എന്നതൊന്നും ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ജീവിക്കേണ്ടവർ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ടിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു സഹാബിയോട് പറയുന്നുണ്ടല്ലോ, നിങ്ങൾ വിവാഹാലോചന നടത്തി എന്ന് തോന്നുന്നുണ്ടോ? അത് വിവാഹാലോചന നടത്തിയ നബിയെ, ഒരു വിവാഹം കഴിക്കാനുള്ള തീരുമാനത്തിലാണ് എന്ന്. ആ പെൺകുട്ടിയെ നിങ്ങൾ കണ്ടിരുന്നോ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ അൻസാരികളുടെ കണ്ണുകൾക്കൊരു ലക്ഷണമുണ്ട്, നിങ്ങളുടെ നോട്ടങ്ങൾക്കൊരു ലക്ഷണമുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ ലക്ഷണത്തിനൊത്തതുമായ പെൺകുട്ടിയാണല്ലോ നിങ്ങൾ വിവാഹം കഴിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ പെൺകുട്ടിയെ കണ്ടിരുന്നോ എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അദ്ദേഹം പറഞ്ഞു, ഞാൻ കണ്ടിരുന്നു, കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ വിവാഹവുമായി ഞാൻ മുന്നോട്ട് പോകുന്നത് എന്ന് റസൂലിനോട് മറുപടി പറഞ്ഞു. അതാണ് ഖൈറെന്ന്. നിങ്ങൾക്കിടയിൽ പരസ്പരം അറിയാൻ, പരസ്പരം അടുക്കാനും ഈ നോട്ടവും ഈ കാഴ്ചയും കാരണമായി തീരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാണുന്നതിൽ കുഴപ്പമില്ല, അനുവദിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് ഇതിനപ്പുറത്തേക്ക് നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്.
ഈ കൂടുതൽ അടുപ്പം വരാൻ വേണ്ടിയിട്ട് അവർക്കിടയിൽ വിവാഹത്തിന് മുമ്പ് തന്നെ നടക്കുന്ന ഫോൺ കോളുകൾ, പരസ്പരം ഫോണിൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ അവർക്കിടയിൽ നടക്കുന്ന യാത്രകൾ, അവർ രണ്ടുപേരും മാത്രം നടത്തുന്ന യാത്രകൾ, വിവാഹത്തിന് മുമ്പ് പെണ്ണ് കണ്ടിട്ടുണ്ട്, വിവാഹം നിശ്ചയിച്ചിട്ടുണ്ട് എന്നതിനപ്പുറത്തേക്ക് വിവാഹത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നടക്കുന്ന കുറെ ഏർപ്പാടുകളുണ്ട്. സേവ് ദി ഡേറ്റ് പോലുള്ള പരിപാടികൾ. ഇത് ഒരിക്കലും ഇസ്ലാം അനുവദിക്കുന്ന കാര്യമേ അല്ല. അവർക്കിടയിൽ ഖൽവത്ത് പാടില്ല. ആണും പെണ്ണും തനിച്ചാകുന്ന ഒരു സന്ദർഭവും ഉണ്ടാകാൻ പാടില്ല വിവാഹത്തിന് മുമ്പ്. അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. ആ ആണും പെണ്ണും തനിച്ചാകുന്ന ഒരു സന്ദർഭവും പാടില്ല. കാണാം, സംസാരിക്കാമെന്നുള്ള അനുവദിക്കുമ്പോൾ അത് പരസ്പരം അറിയാൻ വേണ്ടിയാണ്. അതിനപ്പുറത്തേക്കുള്ളതൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല. പരസ്പരം സ്പർശനങ്ങൾ ഇസ്ലാം അനുവദിക്കുന്നില്ല. അവർ തമ്മിൽ തനിച്ചാകുന്ന യാത്രകൾ, റൂം പങ്കിടലുകൾ, മറ്റൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല വിവാഹത്തിന് മുമ്പ്. അത് നന്നായി മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് സേവ് ദി ഡേറ്റ് എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന പരിപാടികൾ എന്ത് വലിയ ആഭാസമാണ്. ഏത് ആഭാസത്തരവും ആരാദ്യം കൊണ്ടുവന്നാലും അത് അവർക്ക് തന്നെ വെറുപ്പായി തോന്നിയിട്ട് മോശമായി പോയി എന്ന് അവർക്ക് തോന്നി അവരൊക്കെ അത് ഒഴിവാക്കിയാലും അത് ഏറ്റെടുത്ത് കൊണ്ടാടാൻ ഈ ഉമ്മത്തിനെ പോലെ മറ്റൊരു സമൂഹം ഉണ്ടാവില്ല. നമുക്ക് വ്യക്തമായ ഒരു ജീവിത കാഴ്ചപ്പാടുണ്ട്. നമ്മൾ ജനിച്ചത് മുതൽ മരിക്കുന്നത് വരെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് ആണിനോടും പെണ്ണിനോടും വെവ്വേറെ പഠിപ്പിക്കുന്ന ഒരു സിദ്ധാന്തം നമുക്കുണ്ട്. ആ ദൈവവേദം നമ്മൾ കൈതിരിക്കുമ്പോൾ, ആ പ്രവാചക ജീവിതം നമ്മുടെ മുന്നിലുള്ളപ്പോൾ അതിൽ നിന്നെല്ലാം വിഘടിച്ച് നിന്നുകൊണ്ട്, മാറി നിന്നുകൊണ്ട് കാലത്തിന്റെ ഒഴുക്കിനൊപ്പം സഞ്ചരിക്കുന്ന ഒരു വല്ലാത്തൊരു ജീവിതമാണ് മുസ്ലിങ്ങൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ സേവ് ദി ഡേറ്റ് ഒക്കെ നമ്മളെ കുടുംബത്തിനകത്ത് നിന്ന് വലിയ കളം നിറഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിക്കുന്നത്? എത്ര വലിയ ആഭാസത്തരങ്ങളാണ്. എന്താ പരിപാടികൾ? ഒരു കൊറിയോഗ്രാഫിയെ കൊണ്ടുവരിക, അവരൊരു ആശയം തന്നെ ഉണ്ടാകും. ഒരു കടപ്പുറത്തോ അല്ലെങ്കിൽ ഒരു ബീച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വനാന്തരത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കിലോ എവിടെയെങ്കിലും പോയി നിന്നിട്ട് ഈ ആണിനെയും പെണ്ണിനെയും കൊണ്ട് എന്തൊക്കെ ആഭാസത്തരങ്ങളാണ് കാണിക്കുന്നത്? ഒരു ഫോട്ടോ പിടിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പരസ്പരം കെട്ടിമറിയണോ, ചുംബിക്കണോ, കടിക്കണോ, പറിക്കണോ, വലിച്ച് തലയിൽ തൂക്കണോ, ഇതൊക്കെ റിഹേഴ്സൽ കാണിക്കണം. ചിലപ്പോൾ ഈ പയ്യനെ കൊണ്ട് ഒക്കൂല. ക്യാമറയുടെ മുമ്പിൽ അവന് നാണം വരും. ഇന്ന് പെണ്ണുങ്ങൾക്ക് ഉളുപ്പില്ലല്ലോ പലപ്പോഴും. തൊലിക്കട്ടി അപാരമായുള്ള ഒരുപാട് പെൺകുട്ടികളെ കാണാൻ കഴിയും. ആണിങ്ങനെ ഇതൊരു ക്യാമറ മുമ്പിൽ നിൽക്കാൻ അവനൊരു അറപ്പ. അതുകൊണ്ട് ക്യാമറാമാൻ പറയും ഇങ്ങനെ നിൽക്കണമെന്ന്. അവൻ പിടിച്ചു കാണിക്കും ഇങ്ങനെ പിടിക്കാൻ. അതെന്ത് സിനിമയിൽ പോലും ഇല്ലാത്ത വിധത്തിലുള്ള ആഭാസത്തരങ്ങൾ നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും ഇവിടെ കാണിച്ചു കൂട്ടുമ്പോൾ കാരണവന്മാരിത് കണ്ടിരിക്കുക. ഇത് കാണുന്നതും സഹിക്കാം, ഇത് അവർ വീഡിയോ എടുക്കുന്നതും സഹിക്കാം. എല്ലാത്തിനും അപ്പുറത്ത് ഇത് സ്റ്റാറ്റസ് ആക്കുക. ഇത് ഫേസ്ബുക്ക് വഴിയും ഇൻസ്റ്റഗ്രാം വഴിയും എല്ലാ സോഷ്യൽ മീഡിയകൾ വഴിയും അവരുടെ ആ ഒരു സേവ് ദി ഡേറ്റിന്റെ വീഡിയോ ഇതിങ്ങനെ വൈറലാവുക, നാട് നീളെ കാണുക. വളർന്നു വരുന്നൊരു തലമുറ, നിഷ്കളങ്കരായ മക്കൾ പോലും ഈ ആഭാസത്തര നോക്കി കാണുക എന്നുള്ളത് എത്ര വലിയ അബദ്ധമാണ്, എത്ര വലിയ മ്ലേച്ഛതയാണ്, എത്ര വലിയ അധപ്പതനമാണ് ഈ സമൂഹത്തിനുള്ളത്. ആലോചിക്കണ്ടേ? ഈ വാപ്പയും ഉമ്മയും ഒക്കെ ഇത് കാണണം. വലിയ ഉമ്മ കാണണം, മാമായും മാമിയും കാണണം. ഇവർ കാണിക്കുന്ന ഈ പേക്കൂത്തുകൾ ഇത് സ്റ്റാറ്റസ് ആക്കിയ കുടുംബാംഗങ്ങൾ മുഴുവൻ ഇടണം. ഫാമിലി ഗ്രൂപ്പുകളിലൊക്കെ ഇതിങ്ങനെ ഓടി നടക്കണം. പിന്നെ എന്തിനാണ് നമുക്ക് റൂമുകൾ? ഹാള് മതിയല്ലോ, എല്ലാവർക്കും ഒരുമിച്ച് കിടക്കാമല്ലോ. എന്തിനാ റൂമുകൾ തിരിക്കുന്നത്? എന്തിനാ വീടിന് ഇങ്ങനെ ഉണ്ടാവുന്നത്? എങ്ങനെയാണല്ലോ ഇതിനൊക്കെ കുറെ ലജ്ജയുണ്ടല്ലോ മനുഷ്യൻ. ഇതാലം എന്ന് എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ ഒരു വാചകം ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നാണമില്ലെങ്കിൽ പിന്നെ എന്താ മനുഷ്യരെന്ന്? ലജ്ജയില്ലെങ്കിൽ പിന്നെ എന്തുമായിക്കോളാൻ തോന്നിയതുപോലെ ജീവിക്കും മനുഷ്യൻ. മാനമുള്ളവനാണോ മനുഷ്യൻ? നാരണത് മണക്കണത് മനുഷ്യന് മനസ്സിലാവണ്ടേ? മൃഗങ്ങളെപ്പോലെ, ജന്തുജീവജാലങ്ങളെപ്പോലെ പരസ്യമായി നിങ്ങൾ ഇത്തരത്തിൽ ആഭാസത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നത് എത്ര വലിയ മോശത്തരമാണ്. ഒരു തലമുറ പോലും ഇത് കണ്ടുപഠിക്കല്ലേ. ഇതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് നമുക്ക് വൈറലാവണമെന്നല്ലേ കണക്കാക്കുന്നത്. വൈറലാവാൻ വേണ്ടി എന്ത് തോന്നിയ അവസരം കാണിക്കാൻ വേണ്ടി നിൽക്കുന്ന ഒരു തലമുറയാണ് നമുക്കുള്ളത്. എങ്ങനെ ഒന്ന് ജനങ്ങളുടെ ഇടയിൽ ശ്രദ്ധ പിടിക്കാം, എങ്ങനെ വൈറലാവാം എന്ന് പറഞ്ഞ് നടക്കുന്ന യുവതലമുറയിൽ ഓരോരുത്തർ ഇത് കാണിച്ചു കൂട്ടുമ്പോൾ ഇതിനൊക്കെ ഏറ്റെടുക്കാൻ ഇതിനേക്കാൾ ഒരു പടി കൂടി മുന്നോട്ട് കയറിയിട്ട് അടുത്ത തലമുറ ചെയ്യാൻ വേണ്ടി മത്സരിക്കില്ലേ? നമ്മൾ ആ സമൂഹത്തെ പര്യറ്റിക്കാൻ പാടുണ്ടോ? എത്ര മോശമായ രീതിയിലാണ് ഈ പരിപാടികൾ നടക്കുന്നത്. ആ ആഭാസത്തരങ്ങൾ നാടൊട്ടാകെ കാണിച്ചിട്ട് ആ ഡേറ്റ് വെച്ച് കല്യാണത്തിന് ക്ഷണിക്കുന്നു. ഇത് മാറണം. ഇത് ഇസ്ലാം അനുവദിക്കുന്ന കാര്യമല്ല. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ വിവാഹവുമായി ബന്ധപ്പെട്ട്, വിവാഹമെന്നാണ് നമ്മൾ ഇവിടെ പറയാൻ കഴിയുക. ഇവിടെ വിവാഹമാണ് നടക്കുന്നത്, ഉത്സവമല്ലേ നടക്കുന്നത്. ഒരാഴ്ച രണ്ടാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവങ്ങളുടെ പേരാണോ വിവാഹം എന്ന്? ആ അവസ്ഥയായിട്ടില്ലേ ഇവിടെ? ഒരു ദിവസം നടക്കേണ്ട ഒരു ഇടപാട് ഇസ്ലാമിലെ അമലാണത്. നിക്കാഹ് എന്നുള്ളത് ഒരു കർമ്മമാണത്, ഒരു ഇടപാടാണത്. രണ്ട് സാക്ഷികളുടെ അടിസ്ഥാനത്തിൽ രക്ഷകർത്താവും വരനും തമ്മിൽ നടത്തുന്ന ഒരു കരാറിന്റെ പേരാണ് വിവാഹം എന്നുള്ളത്. എത്രത്തോളം ലളിതമാക്കാൻ പറ്റുമോ അത്രയും ലളിതമായിട്ട് നടത്തണം.
വിവാഹത്തിൽ ഏറ്റവും നല്ല വിവാഹം ഐസുറുഹാ മുഅ്ന എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും ലളിതമായി നടക്കുന്ന വിവാഹമാണ് ഏറ്റവും ഐശ്വര്യമുള്ള വിവാഹമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ അനുഗ്രഹമുള്ള, അല്ലാഹുവിന്റെ ഐശ്വര്യമുള്ള, അല്ലാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ബറക്കത്ത് വടിഞ്ഞൊഴുകുന്ന വിവാഹം അതേതാണ്? ഏറ്റവും ചെലവ് ചുരുങ്ങിയതാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ, റസൂൽ പറഞ്ഞതും വേണ്ട, അല്ലാഹുവിന്റെ വടിഞ്ഞൊഴുകുന്ന ബറക്കത്തും നമുക്ക് വേണ്ട, നമ്മൾ ആഘോഷിക്കട്ടെ എന്ന്. അതാണ് നമ്മൾ പറയുന്നത്. എന്ത് അല്ലാഹു, എന്ത് റസൂല്, നമുക്കതങ്ങ് വേണ്ട. അത് അവർക്ക് ഇല്ലായ്മയുടെ കാലഘട്ടത്തിൽ റസൂലിന് അങ്ങനെ വിവാഹം കഴിക്കേണ്ടി വന്നു. ആ നബിയുടെ ജീവിതമാണോ നമ്മളിന്ന് ജീവിക്കുന്നത്? ആ ലൈഫിലേക്ക് 6-ാം നൂറ്റാണ്ടിലെ ആ ദാരിദ്ര്യവും പട്ടിണിയും നിറഞ്ഞ കാലഘട്ടത്തിന്റെ വിവാഹ രീതിയൊന്നും നമുക്ക് വേണ്ട. പണത്തിന്റെ കൊഴുപ്പ് കൊണ്ടിട്ട് എങ്ങനെ ഇത് കാണിച്ചു കൂട്ടണമെന്നറിയാതെ ഒരു മാനസിക രോഗമായി സമൂഹത്തിന് പിടികൂടിയിട്ടുണ്ട് വിവാഹം എന്നുള്ളത്. ഒരു തരം രോഗമാണ് വിവാഹത്തിലെ ആഡംബരം, ഒരു തരം മനോരോഗം. ഇന്ന് വീട് വെച്ച് കടക്കാരനായവർ കുറവാണ് ഇവിടെ. അത് കണക്കിന് വാഹനം മേടിച്ച് കടക്കാരായവരെക്കാൾ കൂടുതലും വീട് വെച്ച് കടക്കാരായവരേക്കാൾ കൂടുതലും ഏറ്റവും കൂടുതൽ കടക്കാരെ കാണാൻ കഴിയുന്നത് വിവാഹം കഴിപ്പിച്ചും കടക്കാരായവരാ. വിവാഹത്തോടെ കടക്കാരൻ മകളെ വിവാഹം കഴിപ്പിച്ചു, പിന്നെ അവന് ജീവിതത്തിൽ പിന്നെ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥ. അവനത് ആ മറികടക്കാൻ കഴിയാത്ത കടബാധ്യതയിലേക്ക് ഒരു പിതാവെത്തി നിൽക്കുന്നു. മറികടക്കാൻ കഴിയാത്തൊരു സാമ്പത്തിക ബാധ്യതയിലേക്ക് വരനെത്തി നിൽക്കുന്നു. ഈ വിവാഹം എന്നുള്ളത് സമാധാന ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ കെട്ടിച്ചു വിട്ടവനും സമാധാനമില്ല, കെട്ടിയവനും സമാധാനമില്ല. പഴയ കാലത്ത് പഴഞ്ചൻ സമ്പ്രദായങ്ങൾ നാട്ടാചാരങ്ങളായി മറ്റു മതങ്ങൾ കടന്നുകൂടിയിട്ടുള്ള പാലും പഴവും, പിന്നെ താലിയും മാലയും പൂമാലയും പൂച്ചണ്ടും തുടങ്ങിയിട്ട് കുറെ സംവിധാനങ്ങൾ, അതൊക്കെ ഇവിടെ നിന്ന് കടന്നുകൂടിയത്. അതൊക്കെ ഇവിടെ കടമെടുത്തതാ. ഇവിടുത്തെ നാട്ടാചാരങ്ങളിൽ നിന്നും മറ്റു സമുദായങ്ങളിൽ നിന്നും കടമെടുത്തത്. ഇന്ന് പാശ്ചാത്യന്റെ കടമെടുപ്പ്, പരിഷ്കാരികളുടെ കടമെടുപ്പ്, ആഘോഷങ്ങളാണ്. വിവാഹത്തിന് മുമ്പ് ഹൽദി കല്യാണം, എല്ലാവർക്കും മഞ്ഞ പൂശുന്നു, മഞ്ഞ പൂശി പാട്ട് പാടി ഒപ്പന പാടി പെണ്ണുങ്ങൾ ഇറങ്ങി നൃത്തം ചുവടുകൾ വെച്ചിട്ട് ആടിത്തിമിർക്കുന്ന ഒരു വിവാഹാഘോഷങ്ങൾ. ഇതൊക്കെ എടുത്തിങ്ങി നാട്ടുകാരെ മൊത്തം കാണിക്കും. ഹൃദയങ്ങൾ, യുവാക്കൾ പ്രത്യേകിച്ച് ഇതൊക്കെ ആവേശത്തോടെ സ്വീകരിക്കും. അതിനേക്കാൾ ആവേശത്തോടെ അവന്റെ വിവാഹം നടക്കണമെന്ന് ആഗ്രഹിക്കും. പേക്കൂത്തുകൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. എല്ലാത്തിനും കൂട്ടായി ലഹരികൾ വിളമ്പിക്കൊണ്ടേയിരിക്കും. എല്ലാത്തിനും കൂട്ടായി ലഹരി പാർട്ടികൾ ഒരു ഭാഗത്ത് തകർത്തുകൊണ്ടേയിരിക്കും. മദ്യം പരസ്യമായി വിളമ്പും, കഞ്ചാവുകളും മറ്റു ലഹരി പദാർത്ഥങ്ങളും രഹസ്യമായി കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടേയിരിക്കും. വിവാഹങ്ങളിൽ, മുസ്ലിം വിവാഹങ്ങളിൽ പോലും നടക്കുന്ന കാര്യമാണ്. നിഷേധിക്കാൻ കഴിയുമോ നിങ്ങൾക്ക്? ഇത് നമ്മളിവിടെ നടക്കുന്ന കാര്യമല്ലേ? ഇത് ഇസ്ലാം അനുവദിക്കുന്ന. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഇസ്ലാം വ്യക്തമായി പഠിപ്പിച്ചിട്ടില്ലേ? പൂർണ്ണമായി എവിടെ തുടങ്ങി എവിടെ അവസാനിക്കണമെന്ന് വ്യക്തമായ ഒരു ജീവിത ദർശനം നമ്മളെ പഠിപ്പിച്ചിട്ട് നമ്മൾ നടത്തുന്ന ഓരോ നടത്തവും, ഓരോ ഇരുത്തവും, ഓരോ പ്രവൃത്തിയും അത് ഇസ്ലാമികമാണോ ഖുർആനികമാണോ എന്ന് പരിശോധിക്കേണ്ട വിശ്വാസി. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ കൊണ്ടുവന്ന വേദത്തിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ മുസ്ലിം ആവുക എന്ന്. ഖുർആൻ അവഗണിച്ച് മാറ്റിവെച്ചിട്ട് പിന്നെ എവിടെ ഖുർആൻ നിങ്ങൾ എടുക്കാൻ നിൽക്കുന്നത്? ഹദീസ് എവിടെ എടുക്കാൻ നിൽക്കുന്നത്? എൻ്റെ വിവാഹം ഞാൻ തീരുമാനിക്കും, എൻ്റെ കച്ചവടം ഞാൻ തീരുമാനിക്കും, എൻ്റെ മക്കൾക്ക് എന്ത് പേരിടണമെന്ന് ഞാൻ തീരുമാനിക്കും, എന്ത് പഠിപ്പിക്കണം, എങ്ങനെ വളർത്തണം, എന്ത് തിന്നണം, എന്ത് കുടിക്കണം, എങ്ങനെ നടക്കണം, എന്ത് വേവിക്കണം, എങ്ങനെ വീട് കെട്ടണം, എല്ലാം ഞാൻ തീരുമാനിക്കും. പിന്നെ പള്ളിക്കാട്ടിൽ പോവാൻ ഖുർആൻ വേണം നിങ്ങൾക്ക്? ജീവിതം മുഴുവൻ തോന്നിവാസവും പിന്നെ മരിക്കുമ്പോൾ പള്ളിക്കാട്ടില് കൊണ്ടടക്കിയാൽ പിന്നെ നിങ്ങൾ ഖുർആന്റെ വക്താവാകുമെന്ന് ആരാ പറഞ്ഞത്? ജീവിതം നയിക്കേണ്ടത് ഖുർആനാണ്. അവിടെയാണ് വേണ്ടത്, അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. എല്ലാ ആഭാസതരങ്ങളും ഇവിടെ അടിഞ്ഞുകൂടിക്കൊണ്ടിരിക്കുകയാണ്. ഈ വിവാഹത്തിന്റെ അന്നും തലേന്നും അതിന്റെ പിറ്റെന്നുമായി നടക്കുന്ന ഈ പരിപാടികൾ, ഇതൊന്നും ഇസ്ലാം അനുവദിക്കുന്നില്ല ഒരു കാരണവശാലും. മണവാട്ടി ആടി തുള്ളിക്കൊണ്ട് വരുന്നു. ഏതാണ് ഇതെല്ലാം? ഇതിങ്ങനെ മണവാളനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഗ്രൂപ്പുകൾ വരുന്നു. മാന്യതയുടെ അതിൽ വരമ്പ് ലംഘിക്കാത്ത ആഘോഷങ്ങൾ ഇസ്ലാം അനുവദിക്കുന്നുണ്ട്. ചെറിയ ആഘോഷ പരിപാടികളാകാം, ഇസ്ലാം നിഷേധിക്കുന്നില്ല. പക്ഷെ അതിനൊക്കെ അതിനെ വിട്ടുകൊണ്ട് കടന്നു പോയിട്ട് ഇത്രയും വലിയ മോശത്തരങ്ങൾ എന്തൊക്കെയാ കാണിക്കുന്നത്? നമ്മുടെ പെൺകുട്ടികൾ ഈ വധുവിനെയും കാണാനെങ്കിൽ, ഒരു കല്യാണത്തിന് പോയി വധുവിനെയും കാണാൻ ആ ഭാഗത്ത് പോകാൻ പോലും കഴിയില്ല. എവിടെയെങ്കിലും തുണിത്തരങ്ങൾ എത്തണ്ടേ മുസ്ലിം പെൺകുട്ടികളുടെ? ഇന്നിടുന്ന വസ്ത്രങ്ങൾ, പിന്നെ ഇതിനൊക്കെ പ്രത്യേകിച്ച് ആൾക്കാരുണ്ടല്ലോ. വധുവിനെ ഒരുക്കാനും വധുവിന് വസ്ത്രം ഡിസൈൻ ചെയ്യാനും ഏത് മോഡൽ എങ്ങനെ അണിയണമെന്ന് പഠിപ്പിക്കാനും വേണ്ടിയിട്ട് ആൾക്കാർ തലേന്ന് വന്നിരിക്കും, അല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പേ ബുക്കിംഗ് ചെയ്തിരിക്കും. അവർ വന്ന് ഉടുപ്പിക്കണ വസ്ത്രം അത് എവിടം വരെ എത്തും അവിടം വരെ തന്നെയാണ്.
കൊച്ചിനെ കണ്ടാൽ പോലും മനസ്സിലാവില്ല, തള്ളയ്ക്കും തോപ്പനും ഇതാണ് പെങ്കൊച്ചെന്ന് ആ വസ്ത്രം കണ്ട് മനസ്സിലാക്കാണ്. എന്തൊക്കെ വാരി എവിടെയൊക്കെ തേച്ച് പൊട്ടിയൊക്കെ ഇട്ട് ഒരു കോലത്തെ കൊണ്ട് ഇറക്കിയിട്ട് ഇങ്ങനെ പ്രദർശന വസ്തുവായ ഒരു പെൺകുട്ടിയെ വെക്കുന്ന സമ്പ്രദായം ഇസ്ലാമിലില്ല. നാട്ടുകാരെ പ്രദർശിപ്പിക്കുന്ന രൂപത്തിലെ ഒരു പെൺകുട്ടിയെ ഇങ്ങനെ പൊട്ടിടിച്ചും പൗഡറടിച്ചും ഇതേക്ക് പുട്ടിയടിച്ചിട്ടും ഈ കോലത്തിൽ കൊണ്ടിറക്കുന്ന പരിപാടി ഇസ്ലാമിലില്ല. അതിനൊക്കെ ഒരു ഹുർമത്തില്ല, ഒരു മാന്യതയില്ല ഇസ്ലാമിൽ. ഇതൊന്നും ഇസ്ലാം അനുവദിക്കുന്ന കാര്യമേ അല്ല. അത് മൈലാഞ്ചി കല്യാണങ്ങൾ, പിന്നെ സ്വർണത്തിന്റെ കൈമാറ്റ ചടങ്ങുകൾ, ഒരുപാട് പരിപാടികൾ. അമ്മാവന് കൊടുക്കണം, അമ്മായിക്ക് കൊടുക്കണം, നാത്തൂന് കൊടുക്കണം. വാച്ചിട്ട് കെട്ടിത്തുടങ്ങും. ആദ്യം മുതൽ വാച്ച് പയ്യനെ കെട്ടുന്ന മുതൽ തുടങ്ങുന്ന പരിപാടിയാ. അച്ചാരം, നിശ്ചയം, ഇതൊക്കെ എവിടെ നിന്ന് കടന്നുകൂടിയ സമ്പ്രദായമാണ്? ഇത് ഏത് കാലത്താണ് നമ്മൾ ജീവിക്കുക? എന്നാ ഈ പരിഷ്കാരം ഉണ്ടാവുക, മാറ്റം ഉണ്ടാവുക? ശരി, ന്യായമായും പറഞ്ഞാല് 1961 നിയമപ്രകാരം ഇങ്ങനെയുള്ള പാരിതോഷിക പരിപാടികളും സ്ത്രീധന പരിപാടികളും കർശനമായ കുറ്റകൃത്യമാണ്. ഒരു പൗരൻ, ഒരാള് ഈ രാജ്യത്തെ നിയമം പാലിക്കാൻ തീരുമാനിച്ചാൽ പോലും എല്ലാം അകത്തിരിക്കും. 6 മാസം മുതൽ 5 വർഷം വരെ ജയിലിനകത്ത് കിടക്കാവുന്ന കേസുകളുണ്ട് ഇതിനകത്ത്. അത്രയും വലിയ ക്രൈമായിട്ടും എല്ലാ സമുദായവും ചെയ്യുന്നു, എല്ലാ ജനങ്ങളും ചെയ്യുന്നു. അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. ഈ നിയമപാലകരായ പോലീസുകാർ പോലും സ്ത്രീധനം വാങ്ങിച്ചു പോകാൻ കഴിക്കുന്ന കാര്യം എന്താണ്? ഞാൻ ഗവൺമെന്റ് എംപ്ലോയിയാണ്, അപ്പൊ എനിക്ക് മാന്യമായി കിട്ടണം, ഇല്ലെങ്കിൽ പറ്റൂല. ഇവരെ നിയമപാലകര്, നിയമം നടപ്പിലാക്കേണ്ടവര്, അഡ്വക്കേറ്റുമാര്, LLB-കാരനാണ്, എനിക്ക് മാന്യമായത് കിട്ടിയാൽ വിവാഹം നടക്കില്ല എന്ന്. കണ്ടിഷ്ടപ്പെട്ട പെൺകുട്ടിക്ക് ജീവിതം കൊടുക്കാനും തന്റെ ജീവിതത്തിലേക്ക് പിടിച്ചു കയറ്റാനും കണ്ടമാനം സ്വർണവും പണവും വേണം. ഈ സ്വർണത്തിന്റെ ഇടപാടുകൾ ഇസ്ലാം അനുവദിക്കുന്ന കാര്യമില്ല. ഇത് വെറുതെ ഒരു വിഷയത്തിന് വേണ്ടിയിട്ട് സംസാരിച്ചു പോകാൻ വേണ്ടി പറയുന്നതല്ല. പാലിക്കാൻ കഴിയണം മനുഷ്യരെ. അങ്ങനെയുള്ള ഹിമ്മത്ത്, നമ്മുടെ ഇച്ഛാശക്തിയുള്ള ഒരു തീരുമാനമെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. മുമ്പ് ഒരാൾ വന്നിട്ട്, ഞാനിത് മുമ്പൊരിടത്ത് ഇങ്ങനെ ഈ വിഷയ സംബന്ധമായി സംസാരിച്ച ശേഷം ഒരാൾ വന്നിട്ട് പറയാണ്, വിവാഹം കഴിഞ്ഞ് 25 കൊല്ലത്തിനിപ്പുറത്ത് ഒരു മനുഷ്യൻ വന്നിട്ട് പറയാണ്, ഞാൻ വാങ്ങിച്ച സ്ത്രീധനം എല്ലാം കൂടെ ഇനി കൊടുത്താൽ തിരിച്ചു കൊടുത്തതിന് പ്രശ്നം തീരുമെന്ന്. 25 കൊല്ലം മുമ്പ് നടന്ന വിവാഹ സമയത്ത് അയാൾ വാങ്ങിച്ചു പോയത്, നാട്ടുനടപ്പ് പോലെ വാങ്ങിച്ചു പോയത്, അത് അത്ര വലിയ അപരാധമാണെന്ന് ഇന്ന് തോന്നിയിട്ട്, ഒരു മനസാക്ഷിക്കുത്ത് തോന്നിയിട്ട് അതെല്ലാം കൊടുത്തു വിടാൻ ഞാൻ തീരുമാനിച്ചാൽ അത് കൊടുത്ത പരിഹാരമാവെന്ന് അന്വേഷിക്കുന്ന മനുഷ്യരുണ്ട്. ഇല്ല, ഞാൻ വാങ്ങിക്കില്ല എന്ന് തീരുമാനിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. എൻ്റെ മക്കളെ കൊണ്ട് വാങ്ങിപ്പിക്കില്ല എന്നും തീരുമാനിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. ഇങ്ങനെയുള്ള ആഭാസതരങ്ങൾക്ക് അരങ്ങാവില്ല എൻ്റെ മകൻ്റെയും മകളുടെയും വിവാഹമെന്ന് തീരുമാനിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം. പിന്നെ എവിടെയാ? നമ്മുടെ കുടുംബത്തിലും വീട്ടിനകത്ത് നമ്മുടെ വിവാഹത്തിലും തീരുമാനമെടുക്കാൻ നമ്മളെ കൊണ്ട് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എവിടെയാണ് പിന്നെ പ്രസംഗിക്കാനോ? ഇത് പ്രസംഗിക്കാൻ വേണ്ടിയുള്ളൊരു വിഷയം മാത്രമാണോ ഇത്? നമ്മൾ ജീവിതത്തിലുണ്ടാകണം ഓരോ വിവാഹങ്ങൾ ഈ വിധത്തിൽ. വിവാഹത്തിൻ്റെ ചടങ്ങുകൾ എവിടെ ഇസ്ലാം കാണുന്നത്? ഈ താലിമാല, താലി പിന്നെ നമ്മൾ ഈ 3 കെട്ടിൻ്റെ പരിപാടി ഇല്ലെന്നേ ഉള്ളൂ. ആ താലിമാല, അതാണ് വിവാഹം. ശരിക്കും ബാക്കി ഒന്നുമല്ല വിവാഹം. ആ താലിമാലയെങ്ങാണം പോയ വിവാഹത്തിന് ഉടുക്കുന്ന വസ്ത്രവും, പിന്നെ അതൊരു സ്മാരകമാണ്. ഞാൻ വിവാഹത്തിന് അന്ന് ഉടുത്ത വസ്ത്രമാണ്, അത് പിന്നെ ഉപയോഗിക്കാൻ പാടില്ല. അതിനുവേണ്ടി 5000-6000 രൂപയുടെ സാധനം, അതിനുവേണ്ടി 5000, അത് സൂക്ഷിച്ചു വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ, സൂക്ഷിച്ചു വെക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഒരു വസ്ത്രം സൂക്ഷിച്ചാൽ മതി. അത് കഫൻ തുണിയാണ്, അത് മാത്രം എടുത്ത് വെച്ചാൽ മതി. ഉപയോഗിക്കാൻ വേണ്ടിയില്ല വസ്ത്രമാക്കുക. 5000, 6000, 7000 രൂപ എടുത്തിട്ട് വസ്ത്രമാക്കുക. ഒരു ദിവസം 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇട്ടിട്ട് മടക്കി അലമാര വെക്കുക. എൻ്റെ വിവാഹ വസ്ത്രമാണ് എന്ന്. വിവാഹ വസ്ത്രം അതൊരു സ്ഥാനം. പിന്നെ താലിയും മാലയൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ദാമ്പത്യം തകർന്നു പോകുന്നുള്ളത്. പിന്നെ ജോത്സ്യം പോലെ നോക്കുന്ന ആൾക്കാർ നമുക്കിടയിലും കടന്നു വന്നിട്ടുണ്ട്. പൊരുത്തം നോക്കണമല്ലോ എന്ന്. രാഹുകാലം നോക്കുക, ഇറങ്ങുമ്പോഴും കയറുമ്പോഴും. രാഹുകാലത്തിന് മുമ്പ് പുറപ്പെട്ടോളാൻ, എങ്കിലേ കല്യാണം കൂടി ശരിയാവുള്ളൂ. ഇത് കല്യാണം ആകുമ്പോഴത്തെ ഈ മരണ വീട്ടിലും കല്യാണ വീട്ടിലും കാരണവന്മാർ എവിടെ നിന്നൊക്കെ കൊട്ടേഷൻ അടിക്കാൻ വേണ്ടി വരുന്നറിയാൻ പോയാ. ഇങ്ങനെ താളം പെടാൻ കുറേ ആൾക്കാരുണ്ട്. ഒന്നും ഇറങ്ങുന്നു 10:30 വരെയാണ്, അത് കഴിഞ്ഞാൽ പിന്നെ രാഹുകാലമാണ്, അപ്പോൾ നേരത്തെ ഇറങ്ങണം. ഈ കാരണവന്മാർ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും ഇങ്ങനെ കുറെ കഥ പറയുന്ന ആൾക്കാരൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അങ്ങനെ രാഹു നോക്കി, കേതു നോക്കി, ഇതെല്ലാം നോക്കിയിട്ടാണ് പോവലും വരലും ഒക്കെ. ഈ പരിപാടികളൊക്കെ അവസാനിപ്പിക്കണം. അള്ളാഹുവിൽ വിശ്വാസമുള്ളവർ, വിശ്വാസികൾ മടങ്ങി വരണം. നമ്മുടെ വിവാഹങ്ങൾ ഇസ്ലാമികമാകണം. ഇത്തരം ആഡംബരങ്ങൾ അവസാനിപ്പിക്കണം. ജനങ്ങൾക്ക് വലിയ ബാധ്യതയായിട്ടുണ്ട്. സ്വർണത്തിൻ്റെ വില കൂട്ടിയത് നമ്മൾ ഒരു സമുദായമാണ്. നമ്മുടെ ഈ മഞ്ഞലോഹത്തോടുള്ള ഈ പ്രേമമുണ്ടല്ലോ,
ലഹരിയേക്കാളും വലിയൊരു അടിമത്തമാണ് ഇവിടുത്തെ യുവാക്കൾ. ലഹരിക്ക് അടിമപ്പെട്ടതിനേക്കാൾ കൂടുതൽ ഈ മഞ്ഞലോഹം, ഈ സ്വർണത്തിനോടുള്ള ലഹരി മൂത്ത് കിടക്കുകയാണ് ഈ ഉമ്മത്ത്. അതിൻ്റെ വില പോയ പോക്കോ. ഒരു പെൺകുട്ടിയെ കെട്ടിക്കുന്നതിൻ്റെ പേരിൽ മഹറുമാക്കിയെന്ന് പയ്യന്മാർക്ക് വരെ നിവൃത്തിയില്ല, കാപ്പവമാക്കാൻ നിവൃത്തിയില്ല. എത്ര വലിയ സമ്പാദ്യം കൊടുക്കണം. സ്വർണം വിറ്റാലും വാങ്ങിച്ചാലും നമുക്കിനെ നഷ്ടം, വിറ്റാലും നഷ്ടം, വാങ്ങിച്ചാലും നഷ്ടം. എന്ത് പരിപാടി ചെയ്താലും കൈ മുഴുവൻ നഷ്ടം വരുന്ന ഒരു ലോഹമാണ് ഈ സ്വർണം. മഞ്ഞ നിറത്തിൽ ഗോൾഡ് കവറിങ് ഇവിടെ കിട്ടുമല്ലോ, അല്ലെങ്കിൽ അതിലല്ലാതെ തന്നെയുള്ള സാധനങ്ങൾ ഒരുപാട് കിട്ടുമല്ലോ, ഫാൻസിയിൽ കിട്ടുമല്ലോ. ആ കളറല്ല, ആ വാല്യൂ വരണം. പിന്നെ അള്ളാഹു റസൂലും ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് പുരുഷന്മാർക്ക് ഇത് ഹറാമാക്കി എന്നുള്ളത്. ഇല്ലെങ്കിൽ പിന്നെ സ്വർണത്തിൻ്റെ വില 1.5 ലക്ഷം കവിഞ്ഞാണ് ഇപ്പം തന്നെ. കാക്കമാരെല്ലാം ഈ പട്ടിയിട്ട് ഇവിടെ ഇരിക്കുകയും ചെയ്തതിന്, കടം വാങ്ങിച്ചിട്ടാണെങ്കിലും. ഇത് നമ്മളിത് കാണണം, ഇത് നമ്മൾ കാണേണ്ടി വന്നതിന്. ആ ഒരു അവസ്ഥയുണ്ട്. ഇത് പടച്ചോൻ ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് ഉമ്മത്തിന് ഇത് ഹറാമാക്കി എന്നുള്ളത്, സ്വർണ്ണം നിഷിദ്ധമാക്കി എന്നുള്ളത്. ഈ പരിപാടികൾ അത് കണക്കിന് ആഹാരങ്ങളുടെ വിഷയത്തിൽ നമ്മൾ കാണിക്കുന്നത്, ഇത് നമ്മളൊരു സ്റ്റാറ്റസ്, സമൂഹത്തിൽ എൻ്റെ വലിപ്പം കാണിക്കാൻ അഹങ്കാരം, ഹുങ്ക് കാണിക്കൽ, ഉൾനാട്യം, ലോകമാന്യത, സർവ്വ മാനസിക രോഗങ്ങളും സമ്മേളിക്കുന്ന ഒരു പരിപാടി കൂടിയാണ് വിവാഹം എന്നുള്ളത്. ഒരാളെ ഏറ്റവും വലിയ കുറ്റവാളിയാക്കുന്നൊരു പരിപാടിയായി മാറിയിട്ടുണ്ട്. ഇതെല്ലാം ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി വരും. 10 പേര് കാണുന്ന കല്യാണം എന്നെ കാണട്ടെ എന്ന് കടവും വാങ്ങിച്ചു കൂട്ടിയിട്ട് വലിയ ഓഡിറ്റോറിയം, വലിയ കൺവെൻഷൻ സെൻ്ററുകളൊക്കെ ഒരു ദിവസം 2 ലക്ഷം 3 ലക്ഷം രൂപയൊക്കെ ആയിരിക്കും ഒറ്റ ദിവസത്തേക്ക് ബുക്കിങ്. കുഴപ്പമില്ലാന്ന്, അതെൻ്റെ വലിപ്പം കാണിക്കാനാണ്. അത്രയും വലിയൊരു കെട്ടിടം വാടകയ്ക്ക് എടുത്തിട്ട് മാന്യമായി ലളിതമായ ചിലവിൽ പള്ളിക്കകത്തോ അല്ലെങ്കിൽ വീട്ടിൻ്റെ ചുറ്റുമുള്ള ഒരു പന്തൽ കെട്ടി ഒരു ഷാമിയാനോ തീർക്കാണ്ട് ചെറിയൊരു പരിപാടിയെ കൊണ്ടുവന്ന് വലിയ ലക്ഷങ്ങൾ കൊടുത്ത് എന്തെങ്കിലും മാളിങ് വാടകയ്ക്ക് എടുക്കുക. ആ വാടകയ്ക്ക് എടുത്തിട്ട് അതിന് മെയിൻ ഗേറ്റ് മുതൽ കക്കൂസ് വരെ നീണ്ടു നിൽക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ എല്ലാം കഴിച്ച് അവിടെ എത്തുമ്പോഴത്തെ നേരെ കക്കൂസിലും പോവാം. റെസ്റ്റ് റൂമിൻ്റെ ഫ്രണ്ടിൽ അവസാനിക്കും ഭക്ഷണത്തിൻ്റെ വിഭവങ്ങളുടെ ഒരു ക്രമം. ഇവിടെ മുതൽ തിന്നാൻ തുടങ്ങുന്ന ആൾക്കാർ എന്തുമാത്രം ആഹാരങ്ങളാണ് വേസ്റ്റാക്കുന്നത്. നിറഞ്ഞ വയറുകൾ, എത്രമാത്രം ആഹാരമാണ് പിന്നെയും കുത്തിക്കയറ്റുന്നത്. എല്ലാം ടേസ്റ്റ് ചെയ്യേണ്ടതെന്ന് എല്ലാം ഇവിടെ കിട്ടുന്ന എല്ലാം മലപ്പുറം, അത് ഫ്രഞ്ച്, ചൈനീസ്, അറേബ്യൻ എല്ലാ ഐറ്റവും ഉണ്ട്. ഒരു റെസ്റ്റോറൻറ്റിൽ പോലും ഇത്രയും വലിയൊരു മെനു ഉണ്ടാവില്ല. അത്രയും വലിയൊരു മെനു വെച്ചിട്ടാണ് നമ്മുടെ ഭക്ഷണ സാധനങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുന്ന വിവാഹത്തിന്, മുസ്ലിം കല്യാണങ്ങൾക്ക്. സന്തോഷ് ചിക്കാനത്തിൻ്റെ ബിരിയാണി എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു കഥയാണ്. ഒരു അന്യസംസ്ഥാന തൊഴിലാളി ഒരു വിവാഹ മാമാങ്കം അവസാനിച്ച് ബാക്കി വന്ന ദമ്മ് പൊട്ടിക്കാത്ത ചെമ്പ് കണക്കിന് ബിരിയാണികൾ കുഴിച്ചു മൂടാൻ വേണ്ടി ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് കുഴി കുത്തി മൂടാൻ പറയുമ്പോൾ നല്ല ബസുമതി റൈസിൻ്റെ ദം ബിരിയാണി പൊട്ടിച്ച് കുഴിയിലേക്കിട്ട് അതിൻ്റെ കരയിൽ മണ്ണിട്ട് മൂടേണ്ട ഗതികേട് വന്ന മനുഷ്യൻ നൊന്ത് നീറി കരഞ്ഞു പോയ നിമിഷമുണ്ട്. കാര്യം എന്താണ്? അയാളുടെ ഭാര്യ ഗർഭിണിയായിരിക്കുമ്പോൾ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കിടന്ന മനുഷ്യൻ, അവർക്കുണ്ടായ ഒരു, നമ്മൾ ഏക്കെന്നൊക്കെ എന്താ പറയാറുണ്ടല്ലോ, ഈ പ്രസവകാലത്ത് പെൺകുട്ടികൾക്ക് ചില ആഗ്രഹങ്ങൾ തോന്നും. അവർക്ക് ബിരിയാണി കഴിക്കാൻ, ബസുമതി അരിയുടെ ബിരിയാണി കഴിക്കാനുള്ള ആഗ്രഹം ഭർത്താവിനോട് പറയുമ്പോൾ അത് വാങ്ങിച്ച് ഒരു ബിരിയാണി വെക്കാനുള്ള നിവർത്തികേട് കൊണ്ട് 50 ഗ്രാം ബിരിയാണി അരി വാങ്ങിച്ചിട്ട് പച്ചയ്ക്ക് കഴിക്കാൻ കൊടുത്ത് ആടും മാടും ചവക്കുന്നത് പോലെ ചവച്ചരച്ചിട്ട് ചെറിയിലൂടെ അതിൻ്റെ ചാറൊഴുകി വരുന്നത് കണ്ടു നിന്നുപോയൊരു അവസ്ഥയുണ്ട്. തൻ്റെ ഭാര്യ അവസാനം പ്രസവിച്ചെടുത്ത കുഞ്ഞുമകൾക്ക് ബസുമതി എന്ന് പേരിട്ട് ആ കുട്ടിയെ വളർത്തിയെടുക്കാൻ ശ്രമിച്ച ഒരു പിതാവ് ഇന്ന് ആ ബസുമതി റൈസിന്റെ ബിരിയാണി ചവിട്ടി അമർത്തേണ്ട ഗതികേട്. കുഴിക്കാത്ത് നിൽക്കുന്നില്ല, ചവിട്ടി അരയ്ക്കാൻ പറയുമ്പോൾ കരഞ്ഞു പോയതിന്റെ കാര്യം ബസുമതി എന്ന് പേരുള്ള അയാളുടെ മകള് വിശപ്പ് കാരണം മരിച്ചുപോയിട്ടുണ്ടായിരുന്നു. വിശന്ന് മരിച്ചുപോയ മകളുടെ ഓർമ്മകൾ ആ മനുഷ്യന്റെ ഉള്ളിൽ അലയിട്ട് വന്ന നിമിഷങ്ങളാണത്. അതാ കഥയുടെ ഭാഗമെന്നുള്ളത്. ഇതുപോലെയായിരുന്നു മുസ്ലിം കല്യാണങ്ങൾ. ആഡംബരങ്ങളുടെ ഒരു അരങ്ങായി വിശ്വാസികളുടെ വിവാഹമാമങ്ങൾ മാറിയിട്ടുണ്ട്. മനുഷ്യരെ പട്ടിണി എന്നുള്ളത്, വിശപ്പെന്നുള്ളത്, അതിന്റെ വില അറിയാൻ വേണ്ടി വർഷാവർഷം നോമ്പ് പിടിക്കുന്ന വിശ്വാസി ഇത്രയും തരം താഴാൻ പാടില്ല. ലോകത്ത് എത്ര മനുഷ്യരാണെന്നും പട്ടിണി കിടക്കുന്നത്, പട്ടിണി മരണങ്ങൾ. ദലൈലാമ പറയുന്നൊരു സംഭവമുണ്ട്. പട്ടിണി കാരണം സ്വന്തം മകന് പോലും ആഹാരം കൊടുക്കാൻ കഴിയാതെ ഒരു തിബത്തൻ ദ്വീപിൽ പെട്ടുപോയ ദമ്പതികൾ സ്വന്തം മകൻ പട്ടിണി കാരണം മരിച്ചുപോയപ്പോ ആ ജഡം കാത്തുവെച്ച് ആ അവസാനം ഈ ദമ്പതികൾ സ്വന്തം മകന്റെ ശവം ഭക്ഷിക്കേണ്ട ഗതികേടിലേക്ക് വിശപ്പെന്ന വികാരം, ആ പ്രലോഭനം കീഴടക്കിപ്പോയ നിമിഷങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എത്ര വലിയ വികാരമാണ്, എത്ര വലിയ പ്രലോഭനമാണ് വിശപ്പെന്നുള്ളത്. ആ വിശപ്പടക്കാനുള്ള ആഹാരത്തിന് ഇന്ന് ആഡംബരമാക്കി മാറ്റിയത് മുസ്ലിമീങ്ങളാണ്. മറുപടി പറയണ്ടേ നമ്മൾ? എത്ര ഗൗരവമുള്ള വിഷയമാണ്. ചിന്തിക്കണം സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടെ ആലോചിക്കണം.
ഒരു കാരണവശാലും എൻ്റെ വീട്ടിലെ വിവാഹങ്ങൾ ഇങ്ങനെ ഒരു ആഡംബരത്തിന്റെ അരങ്ങാവില്ല എന്ന് തീരുമാനിക്കാൻ വിശ്വാസികളെ കൊണ്ട് കഴിയണം. അതുകൊണ്ട് എന്ത് കുറഞ്ഞു പോയാലും പൊട്ടെന്ന് കണക്കാക്കണം. എന്ത് സ്റ്റാറ്റസ് കുറഞ്ഞു പോകോ, സമൂഹത്തിൽ നിലയും വിലയും കുറഞ്ഞു പോകോ, ആൾക്കാർ പറയൂ കുറെ ഉണ്ടായിട്ടും അവന്റെ മോന്റെ വിവാഹം ലളിതമായി നടത്തിയെന്നോ. പറഞ്ഞോട്ടെ ആൾക്കാർ, നിങ്ങൾ ഇങ്ങനെയൊക്കെ ഇട്ട് വിളമ്പിയാലും ആൾക്കാർ പറഞ്ഞിട്ട് തന്നെ പോകും. ആൾക്കൂട്ടങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് ആഡംബര കല്യാണം നടത്തിയിട്ട് പുറത്തിറങ്ങിയിട്ട് പല്ലും കുത്തിയിട്ട് പറയുന്നത് എന്ത് ബിരിയാണിയുടെ ഇത്, ഉപ്പുമില്ല എരിയില്ല, ഇവനൊക്കെ ആർക്കാണോ ആരെങ്കിലും ഒന്ന് ചെറിയ വിലയ്ക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടാകും, അങ്ങനെ ചെയ്തു കൊടുത്തേന്ന്. അല്ല, ഇതിന് പയ്യന്റെ കോലം എന്താണ്, ഇത് ഇയാൾക്ക് ഇതേ കിട്ടിയോളാണ്. ഈ പെണ്ണിനും ഇയാൾക്ക് ഇത്രയും പണം ഉണ്ടായിട്ട് അത്യാവശ്യം കുറച്ചും കൂടെ ലുക്കുള്ളൊരു പയ്യനെ നോക്കിക്കൂടായിരുന്നു. അങ്ങനെ പെണ്ണിനെയും കുറ്റം പറഞ്ഞ് പയ്യനെയും കുറ്റം പറഞ്ഞ് തിന്നത് എല്ലിൻ്റെ ഇടയിൽ കയറിയിട്ട് പല്ല് കുത്തിയിട്ട് ആക്ഷേപം പറഞ്ഞിട്ട് 50% ആൾക്കാർ പോകുന്നത്. അതന്നെ അവസ്ഥ. അപ്പൊ ആൾക്കാർ പറഞ്ഞോട്ടെ, കാറ്റടിക്കുന്നതെല്ലാം വേലിയിട്ടാൻ പറ്റില്ല. നമുക്കൊരു നിലപാടുണ്ടാവണം, നമുക്കൊരു ജീവിത നിലപാടുണ്ടാകണം. ആ നിലപാടിനൊത്ത് നിൽക്കണം. ആദർശത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് ജീവിച്ച് മരിക്കാൻ കഴിയണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.